നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പൊൻകുന്നം പട്ടണത്തിലെ തെരുവു നായ്ക്കളെ ഒരു ദിവസം കൊണ്ട് കാണാനില്ല. 2 നായ്ക്കളുടെ ജഡം കിട്ടി. നടപടിയെടുക്കാൻ ചിറക്കടവ് പഞ്ചായത്തും പോലീസും തയ്യാറാകണമെന്ന് ആവശ്യം. ജില്ലയ്ക്ക് ഇന്ന് കറുത്ത വെള്ളി. ഏറ്റുമാനൂർ പുന്നത്തുറയിൽ 108 ആംബുലൻസ് നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് അപകടം. മെയിൽ നഴ്സ് മരിച്ചു. പാലായിൽ കാണാതായ മുക്കൂട്ടുതറ സ്വദേശിയുടെ മൃതദേഹം ലാലം തോട്ടിൽ. പനച്ചിക്കാട് ഗ്രാമം ഭക്തിശോഭയിൽ. ദക്ഷിണ മൂകാംബിയിൽ കലോപാസന ആരംഭിച്ചു. ഇനിയുള്ള ദിനങ്ങൾ സംഗീത നൃത്തസാന്ദ്രം. കോട്ടയത്ത് സ്ത്രീപക്ഷ നവകേരളം പുരോഗമിക്കുന്നു. സ്വന്തം ജീവിതം തുറന്നു പറഞ്ഞ് സാമൂഹ്യ പ്രവർത്തക ദയാബായി. വാർത്തകൾ വിശദമായി. പൊൻകുന്നം പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന ഡസൻ കണക്കിന് തെരുവ് നായ്ക്കൾ ഒറ്റയടിക്ക് അപ്രത്യക്ഷമായി. 1-2 നായ്ക്കളുടെ ജഡം കിട്ടിയെങ്കിലും മറ്റുള്ളവയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഒരു വിവരവുമില്ല. തെരുവ് നായ പ്രശ്നം പരിഹരിക്കുന്നതിന് ആരെങ്കിലും കുറുക്കുവഴി തേടിയതാവാമെന്ന് സംശയിക്കുന്നു. പൊൻകുന്നം പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന ഡസൻ കണക്കിന് തെരുവ് നായകൾ ഒറ്റയടിക്ക് അപ്രത്യക്ഷമായി. 1-2 നായകളുടെ ജഡം കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവയെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല. തെരുവ് നായ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ്. അവശരും രോഗം ബാധിച്ചവരുമായ തെരുവ് നായകളെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ദയാവധത്തിന് വിധേയമാക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതി ആ ഉത്തരവ് റദ്ദാക്കി. കേരളത്തിൽ രൂക്ഷമായ തെരുവുനായ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ പൊൻകുന്നത്ത് അതിനൊരു കുറുക്കുവഴി തേടിയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. സുപ്രീം കോടതി വിധിയും ഹൈക്കോടതി വിധിയും ABC നടപ്പിലാക്കണം എന്നാണ്. എന്നാൽ ഇവിടെ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് എത്തരത്തിലാണ് ABC നടപ്പിലാക്കിയത് എന്നത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇന്നലെ തെരുവ് നായ്ക്കൾക്ക് വീണ്ടും വിഷം കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തെരുവ് നായ്ക്കളെ മൃഗാശുപത്രിയിൽ കൊണ്ട് പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുള്ളതായി അറിയാൻ സാധിച്ചു. ചിറക്കടവിനെ സംബന്ധിച്ച് മറ്റൊരു വാർത്തയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 100 കണക്കിന് കാക്കകൾക്ക് വിഷം കൊടുത്ത ഒരു ചരിത്രം അത് ഈ പറയുന്ന ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് മാത്രമേ അവകാശപ്പെട്ടതാണ്. അപ്പം അത്തരത്തിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി അറിയണം. നിയമ നടപടികൾ സ്വീകരിക്കണം. ABC നടപ്പിലാക്കുന്നതിന് പകരം ഇത്തരത്തിൽ നായ്ക്കളെ കൂട്ടത്തോടെ വിഷം കൊടുത്ത് കൊല്ലുന്നതിൻ്റെ പിന്നിൽ ഏത് ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തണം. പോലീസ് കേസെടുക്കണം. ഈ ആവശ്യങ്ങളാണ് ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്ന നിലയിലും ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. തെരുവ് നായകളെ അനധികൃതമായി കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ അടുത്തിടെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംസ്ഥാനത്തെ രൂക്ഷമായ തെരുവ് നായ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ആവിഷ്കരിച്ച ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന ജനന നിയന്ത്രണ പദ്ധതി പൂർണ്ണ പരാജയമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതുമൂലം തെരുവ് നായകൾ പെരുകി വരുന്നു. 3 ലക്ഷത്തോളം തെരുവ് നായകൾ കേരളത്തിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. നായകളുടെ കടിയേൽക്കുന്ന സംഭവങ്ങളും കൂടി വരികയാണ്. ഈ വർഷം ആദ്യ 4 മാസം മാത്രം 1,30,000 പേർക്ക് നായ കടിയേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 16 പേർ ഈ വർഷം പേപ്പട്ടി വിഷബാധയേറ്റ് മരിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും തെരുവ് പട്ടികളെ കൂട്ടത്തോടെ കൊല്ലുന്നതിന് നിയമം അനുകൂലിക്കുന്നില്ല. ഒരെണ്ണത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ തന്നെ അവിടെ വെച്ച് പറയുകയുണ്ടായി അത് വിഷം ചെന്നതാണ്. എൻ്റെ ഏകദേശം രൂപവും പുള്ളി പറഞ്ഞ് മനസ്സിലാക്കിയത് കാഞ്ഞിരത്തിൻ്റെ എലിയോ വേരോ എന്തോ ഇറച്ചിയുടെ കൂട്ടത്തിൽ കൊടുത്തതാണെന്ന് പറഞ്ഞു. തുടർന്ന് ഇവിടെ പൊൻകുന്നത്ത് ടൗണിലുള്ള സാധാരണ കണ്ടുവരാറുള്ള 10-ൽ താഴെ നായ്ക്കൾ പലയിടങ്ങളിലായി മരണപ്പെടുകയുണ്ടായി. അത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. ഒരുപാട് നേരം ജീവികൾ മരണപ്രാളം അനുഭവിച്ചാണ് മരിച്ചത്. പലതിൻ്റെയും വായിൽ നിന്ന് രക്തം ഛർദ്ദിച്ചാണ് മരിച്ചത്. ഈ ക്രൂരത ആര് ചെയ്താലും സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ്. മനസാക്ഷി തൊട്ടും തീണ്ടിയിട്ടില്ലാത്തവരാണ്. കാരണം തെരുവുനായ ശല്യം പലയിടങ്ങളിലുമുണ്ട്. ഇങ്ങനെ പൊൻകുന്നത്താരെയും കടിച്ചായിട്ട് അറിയില്ല എങ്കിൽ പോലും ആ തെരുവുനായ്ക്കളുടെ വർധനവ് ഉന്മൂലനം ചെയ്യേണ്ടതാണ്. അതിങ്ങനെയൊരു പ്രാകൃതമായ കിരാതമായ ഒരു രീതിയിലൂടെ അല്ലായിരുന്നു. ദില്ലിയിലെ തെരുവ് പട്ടികളെ ഷെൽട്ടറിൽ അടയ്ക്കണമെന്ന സുപ്രീം കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് പോലും ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്.
തെരുവ് നായ പ്രശ്നം പരിഹരിക്കുന്നതിന് ദേശീയ തലത്തിൽ നയം വേണമെന്നും കേസിൽ എല്ലാ സംസ്ഥാനങ്ങളെയും കക്ഷി ചേർക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുമുണ്ട്. തെരുവ് നായകളെ കൂട്ടത്തോടെ കൊല്ലുകയെന്ന പരിഹാരം നിയമപരമായ ഒന്നല്ല എന്ന് ഇതൊക്കെയും ചൂണ്ടിക്കാട്ടുന്നു. തെരുവ് നായ പ്രശ്നം പരിഹരിക്കുന്നതിന് സമഗ്രവും കാര്യക്ഷമവുമായ കർമ്മ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഈ സാഹചര്യം വ്യക്തമാക്കുന്നു. ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് പകരം കുറുക്കുവഴികൾ സ്വീകരിക്കുന്നത് ആശാസ്യമല്ല എന്നാണ് കോടതി നിലപാടുകൾ വ്യക്തമാക്കുന്നത്. പൊൻകുന്നത്ത് തെരുവ് നായകൾ അപ്രത്യക്ഷമായ സംഭവം ഉയർത്തുന്നതും ഈ ചോദ്യം തന്നെ. തെരുവ് നായ പ്രശ്നം പരിഹരിക്കുന്നതിന് സമഗ്രമായ കർമ്മ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കുകയാണോ വേണ്ടത്, അതോ കുറുക്കുവഴി സ്വീകരിക്കുകയോ എന്ന ചോദ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഏറ്റുമാനൂർ പുന്നത്തുറയിൽ നിയന്ത്രണം നഷ്ടമായ 108 ആംബുലൻസ് കാറിൽ ഇടിച്ചുമറിഞ്ഞ് നഴ്സ് മരിച്ചു. കട്ടപ്പന സ്വദേശി ജിതിനാണ് മരിച്ചത്. ഇടുക്കി കാഞ്ചിയാറിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോകുകയായിരുന്നു ആംബുലൻസ്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഏറ്റുമാനൂർ പുന്നത്തുറയിൽ നിയന്ത്രണം നഷ്ടമായ 108 ആംബുലൻസ് കാറിൽ ഇടിച്ചുമറിഞ്ഞ് നഴ്സിന് ദാരുണാന്ത്യം. കട്ടപ്പന സ്വദേശിയായ മെയിൽ നഴ്സ് ജിതിനാണ് മരിച്ചത്. അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവറും രോഗികളുമടക്കം 3 പേർക്ക് പരിക്കേറ്റു. പരുക്കേറ്റ ആംബുലൻസ് യാത്രക്കാരായ ഇടുക്കി നെടുങ്കണ്ടം സ്വദേശികളായ ഷിനി, തങ്കമ്മ എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഏറ്റുമാനൂർ പാല റോഡിൽ പുന്നത്തുറ കവലയ്ക്ക് സമീപമായിരുന്നു സംഭവം. ഇടുക്കിയിൽ നിന്നും രോഗിയുമായി എത്തിയ 108 ആംബുലൻസ് നിയന്ത്രണം നഷ്ടമായി റോഡരികിൽ നിന്നും തെന്നിമാറി എതിർദിശയിൽ നിന്നും എത്തിയ കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആംബുലൻസിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. കാറിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ 3 വാഹനങ്ങളിലായി ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് ഏറ്റുമാനൂർ പാല റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മുക്കൂട്ടുതറ സ്വദേശി ജിത്തുവിന്റെ മൃതദേഹമാണ് മീനച്ചിലാറിന്റെ കൈവഴിയായ ലാലംതോട്ടിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച പാലായിൽ നിന്നും കാണാതായ എരുമേലി മുക്കൂട്ടുതറ ഇടകടത്തി സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴുകണ്ടയിൽ ജിത്തുവാണ് മരിച്ചത്. മീനച്ചിലാറിന്റെ കൈവഴിയായ ലാലംതോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന മൃതദേഹം ഇഞ്ചപ്പടർപ്പുകളിൽ കുരുങ്ങിയ നിലയിലായിരുന്നു. പാലാ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം കരയ്ക്കെത്തിച്ചു. KSRTC ഡിപ്പോയ്ക്ക് പിൻവശത്തായാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലായിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിന് കൂട്ടുനിൽക്കാനായി എത്തിയതായിരുന്നു ജിത്തു. മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തിന് സമീപത്തു നിന്നും കഴിഞ്ഞ ഞായറാഴ്ച ജിത്തുവിന്റെ ബൈക്ക് പോലീസ് കണ്ടെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയത്ത് സ്ത്രീപക്ഷ നവകേരളം പരിപാടി പുരോഗമിക്കുന്നു. സാമൂഹ്യ പ്രവർത്തക ദയാബായി ഇന്ന് മുഖ്യ അതിഥിയായി എത്തി. 3 വയസ്സുള്ളപ്പോൾ പിതാവിൽ നിന്നും കേട്ട കഥയിൽ മഹാത്മാഗാന്ധിയെ കണ്ടതു മുതലുള്ള സ്വന്തം ജീവിതം വിശദീകരിച്ച് ദയാബായി. കോട്ടയം ജില്ലാ പഞ്ചായത്തും വനിതാ ശിശുവികസന വകുപ്പും ചേർന്ന് മാമൻ മാപ്പിള ഹാളിൽ നടത്തുന്ന സ്ത്രീപക്ഷ നവകേരളം പരിപാടിയുടെ 2ാം ദിവസം മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ദയാബായി. ചെറുപ്പത്തിൽ കുതിരയെ വാങ്ങണമെന്ന് മോഹിച്ച പെൺകുട്ടി പിന്നീട് 35 വർഷം മധ്യപ്രദേശിലെ ഗ്രാമാന്തരങ്ങളിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് സാമൂഹിക സേവനം നടത്തിയതും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികളെ ശുശ്രൂഷിക്കാൻ വോളണ്ടിയർമാരെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കണ്ട് കൊൽക്കട്ടയ്ക്ക് വണ്ടി കയറിയതുമൊക്കെ ദയാബായി വിശദീകരിച്ചു. കോട്ടയത്ത് വന്ന് ട്രെയിനിൽ കയറി, കമ്പാർട്ട്മെൻറ്റിൽ ആരുമില്ല. TT വന്ന്, എന്തിനാ നീ കാർഡ് ടിക്കറ്റാ? ഞാൻ റെഫ്യൂജിക്കാണെന്നൊന്നും പറഞ്ഞില്ല. എന്തിനാ കൽക്കട്ടയ്ക്ക് പോകും? ഐ ഹാവ് ടു ഗോ. അങ്ങനെയാണത്. മുറി അടച്ച് ഇരുന്നു. ഇവിടെ ഇനി ആരും കയറാനില്ല. കുറച്ച് മിലിറ്ററിക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ, അത്രയേ ഉള്ളൂ. ഞാനതും കഴിഞ്ഞ് ബാത്റൂമിൽ പോയി എൻ്റെ മുടിയും വെട്ടി ഒരു പാഴ്സലാക്കി അമ്മായിക്ക് ഒരു ഗിഫ്റ്റായിട്ട് അവിടെ എൻ്റെ കസിൻ എന്നെ റിസീവ് ചെയ്യും, റിഫ്യൂജി ക്യാമ്പിൽ കൊണ്ടുപോയി ആക്കും. അങ്ങനെ ഒരുങ്ങി അവിടെ പോയി അവിടെ കുറേ നാൾ ജോലി ചെയ്ത് സ്വയം എഴുതി തയ്യാറാക്കിയ ഞാൻ കാസർഗോഡിന്റെ അമ്മ എന്ന ലഘുനാടകവും അവതരിപ്പിച്ചാണ് ദയാബായി വേദി വിട്ടത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷയായി. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, സ്ഥിരം സമിതി അധ്യക്ഷരായ PM മാത്യു, മഞ്ജു സുജിത്ത്, ഹൈമി ബോബി, PR അനുപമ, അംഗങ്ങളായ സുധാ കുര്യൻ, ജോസ്മോൻ മുണ്ടക്കൽ, ശുഭേഷ് സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പനച്ചക്കാട് ദക്ഷിണ മൂകാംബിയിൽ കലോപാസനയ്ക്ക് തിരിതെളിഞ്ഞു. ഇനിയുള്ള ദിനങ്ങൾ സംഗീത സാന്ദ്രമാകും ക്ഷേത്ര പരിസരം.
കലോപാസകരെ വരവേറ്റ് കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിൽ കലോപാസനയ്ക്ക് തിരിതെളിഞ്ഞു. കലാമണ്ഡപത്തിൽ സ്റ്റാർ സിംഗർ മാസ്റ്റർ വിധുരാജും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ദേവനാരായണനും ചേർന്ന് ഭദ്രദീപം തെളിച്ചതോടെയാണ് കലോപാസനയ്ക്ക് തുടക്കമായത്. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കലോപാസനയ്ക്ക് ഇത്തവണ 5 ദിവസം കൂടുതൽ ഉൾപ്പെടുത്തി. കലാർച്ചനയ്ക്കായി കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള കലോപാസകരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് മാറ്റമെന്ന് പനച്ചിക്കാട് ദേവസ്വം ഭാരവാഹി KN നാരായണൻ നമ്പൂതിരി പറഞ്ഞു. 5 ദിവസം അധികമുണ്ട്. 5 ദിവസം ഭക്തജനങ്ങളുടെ എല്ലാ പറഞ്ഞ ഫുഡ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്യാൻ സാധിക്കും. ഒന്ന് വത്സല ഹരിദാസ്, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. രണ്ടാമത്തെ ഒരു മൃദംഗിസ്റ്റാണ് തിത്താനം ജയചന്ദ്രൻ എന്ന് പറയുന്നത്. വിദ്യാരംഭം ഒക്ടോബർ 2-ാം തീയതി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 5000-6000 കുട്ടികളാണ്. ദേശീയ സംഗീത നൃത്തോത്സവം 22-ന് ആരംഭിക്കും. 29-ന് പൂജവയ്പും ഒക്ടോബർ 2-ന് വിദ്യാരംഭവും നടക്കും. 5000-ത്തിലധികം കുരുന്നുകൾ അന്ന് ആദ്യാക്ഷരം കുറിക്കും. 20-ലധികം ആചാര്യന്മാരാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാമപുരം ചക്കാമ്പുഴ റോഡിൽ ചക്കാമ്പുഴ വളവുകാട്ടുകുന്നിൽ സെയിൽസ് വാഹനം മറിഞ്ഞ് അപകടം. പുൽപ്പറ മുക്ക് റോഡിൽ വളക്കാട്ടുകുന്നിന് സമീപം മഹേന്ദ്ര ബൊലേറോ ഗുഡ്സ് വാഹനം തൊണ്ടിലേക്ക് മറിഞ്ഞാണ് ഡ്രൈവർക്ക് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. ബോധരഹിതനായ ഡ്രൈവറെ നാട്ടുകാർ ഡോർ പൊളിച്ചാണ് പുറത്തെടുത്തത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴ ഫാം ഫെസ്റ്റിന് മുന്നോടിയായി കർഷകർക്കും വനിതകൾക്കുമായി കപ്പയരിയൽ മത്സരം നടത്തുന്നു. സെപ്റ്റംബർ 20 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിലാണ് പരിപാടി. രജിസ്ട്രേഷന് 8281712431 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി 62 സ്നേഹവീടുകളിലേക്ക് കടക്കുന്നു. സ്നേഹദീപത്തിലെ 38 മുതൽ 62 വരെയുള്ള വീടുകളുടെ ശിലാസ്ഥാപനവും സ്നേഹദീപം പദ്ധതിയിലെ 51ാമത്തെയും കൊഴുവനാൽ സ്നേഹദീപത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പഞ്ചായത്തിലെ 26ാമതുമായ വീടിന്റെ താക്കോൽ സമർപ്പണവും 21-ാം തീയതി നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചേർപ്പങ്കൽ ഹോളി ക്രോസ് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. സാമൂഹ്യ പ്രവർത്തക ദയാബായി മുഖ്യാതിഥിയാകും. ജോസ് കെ മാണി MP താക്കോൽ സമർപ്പണം നിർവഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹദീപം ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 3 വർഷങ്ങൾ പിന്നിടുകയാണ്. കൊഴുവനാൽ പഞ്ചായത്തിലാണ് ഇത് തുടങ്ങിയത്. പിന്നീട് മുത്തൂരി പഞ്ചായത്തിലേക്കും പിന്നീട് കടങ്ങൂര്, എലിക്കുളം, മീനച്ചിൽ, കരൂര്, അകരകുന്നം പഞ്ചായത്തുകളിലേക്കും ഈ പദ്ധതി വ്യാപിച്ചു. ഇതിനോടകം 50 വീടുകളുടെ താക്കോൽ സമർപ്പണം നടത്തി. 51ാമത് വീടിൻ്റെ താക്കോൽ സമർപ്പണവും 58 മുതൽ 62 വരെയുള്ള 5 വീടുകളുടെ ശിലാസ്ഥാപന കർമ്മവും ഈ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചേർപ്പങ്കൽ ഹോളി ക്രോസ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുക. പ്രമുഖ സാമൂഹ്യ പ്രവർത്തക ദയാബായിയാണ് മുഖ്യ അതിഥിയായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കരൂർ ഞാവള്ളിൽ ആണ്ടുകുന്നൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ദൈവകരങ്ങൾ പ്രവർത്തിച്ചപ്പോൾ കിടപ്പാടം ലഭിച്ചത് 11 നിർധന കുടുംബങ്ങൾക്ക്. പണി പൂർത്തിയായ 11 വീടുകളുടെയും വെഞ്ചരിപ്പും താക്കോൽ ദാനവും നടന്നു. കരൂർ ഞാവള്ളിൽ ആണ്ടുകുന്നൽ കുയ്യൻചണ്ടിയുടെയും ഭാര്യ സെസിലിയുടെയും ഓർമ്മയ്ക്കായി കരൂർ വൈദ്യശാലപ്പടിയിലെ ഇൻഫന്റ് ജീസസ് നഗറിൽ പൂർത്തിയായ 11 സ്നേഹവീടുകളുടെയും ഗ്രോട്ടോയുടെയും വെഞ്ചരിപ്പും താക്കോൽ കൈമാറലും നടന്നു. ക്രൈസ്തവ ദർശനമനുസരിച്ച് സാമൂഹിക ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാ ക്രിസ്ത്യാനികൾക്കും കടമയുണ്ടെന്നും പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന വഴിയായി വലിയ സാമൂഹിക ശുശ്രൂഷയാണ് ഞാവള്ളിൽ ആണ്ടുകുന്നൽ കുടുംബാംഗങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്നും വെഞ്ചരിപ്പ് നിർവഹിച്ച് ബിഷപ്പ് ബാർ ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞു. ഇതുപോലെ നമ്മളുടെ സഹോദരങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഭവനങ്ങൾ പണിത് നൽകിയപ്പോൾ അത് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി ന്യൂ ടെസ്റ്റമെൻ്റ് ആയി ഈശോ തന്നെയായിട്ട് മാറുകയാണ്.
ഈശോ പറഞ്ഞല്ലോ, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. നല്ലൊരു കാര്യം ചെയ്തു എന്നല്ല, എനിക്ക് തന്നെയാണ് ചെയ്തത്. ദൈവത്തിന് നമ്മൾ കൊടുത്ത ഒരു സമ്മാനമാണിത്. ഈ വീടുകൾ 25 വീടുകൾ പൂർത്തിയാകുമ്പോൾ ആ മാതാപിതാക്കൾ ഇവിടെ ഈ നഗറിൽ, ഇൻഫന്റ് ജീസസ് നഗറിൽ അവരെ നിസ്വൃത പ്രാപിക്കുകയാണ്. പാലാരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് മലയപ്പറമ്പിൽ, അന്ത്യാളംപള്ളി വികാരി ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ, കരൂർപ്പള്ളി വികാരി ഫാദർ ഫിലിപ്പ് കുളങ്ങര എന്നിവർ സഹകാർമ്മികരായിരുന്നു. 25 സ്നേഹവീടുകളിൽ ആദ്യഘട്ടമെന്ന നിലയിൽ 11 കുടുംബങ്ങൾക്കാണ് ഞാവളിൽ ആണ്ടുകുന്നൽ കുര്യൻ ചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആലയം ഒരുക്കിയത്. ഇനി 14 കുടുംബങ്ങൾ കൂടി വീട് വയ്ക്കാനുള്ള ശ്രമവും ഇതോടൊപ്പം ആരംഭിക്കും. ഇതിന്റെ തറക്കൽ വെഞ്ചരിപ്പും ബിഷപ്പ് നിർവഹിച്ചു. ജനപ്രതിനിധികളും വൈദികരും പൊതുപ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ നാട് മുഴുവൻ അണിനിരന്നു. പൊതുസമ്മേളനം റിവൈൻഡറി സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് ജോർജ് എം പി അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റിന്റെ ശിലാഫലകാനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. UDF കൺവീനർ അടൂർ പ്രകാശ് എം പി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വളപ്ലാക്കൽ, മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, ബ്ലോക്ക് മെമ്പർ ലസമ്മ ബോസ്, കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ, വാർഡ് മെമ്പർ അഖില അനിൽകുമാർ, ട്രസ്റ്റ് ഭാരവാഹികളായ മാത്യു അലക്സാണ്ടർ, സെൻലറ്റ് മാത്യു, അലക് മാത്യു, ഫെലിക്സ് മാത്യു, ചാണ്ടിക്കുഞ്ഞ്, ബോണി തോമസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊൻകുന്നം പട്ടണത്തിലെ തെരുവു നായ്ക്കളെ ഒരു ദിവസം കൊണ്ട് കാണാനില്ല. 2 നായ്ക്കളുടെ ജഡം കിട്ടി. നടപടിയെടുക്കാൻ ചിറക്കടവ് പഞ്ചായത്തും പോലീസും തയ്യാറാകണമെന്ന് ആവശ്യം. ജില്ലയ്ക്ക് ഇന്ന് കറുത്ത വെള്ളി. ഏറ്റുമാനൂർ പുന്നത്തുറയിൽ 108 ആംബുലൻസ് നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് അപകടം. മെയിൽ നഴ്സ് മരിച്ചു. പാലായിൽ കാണാതായ മുക്കൂട്ടുതറ സ്വദേശിയുടെ മൃതദേഹം ലാലം തോട്ടിൽ. പനച്ചിക്കാട് ഗ്രാമം ഭക്തിശോഭയിൽ. ദക്ഷിണ മൂകാംബിയിൽ കലോപാസന ആരംഭിച്ചു. ഇനിയുള്ള ദിനങ്ങൾ സംഗീത നൃത്തസാന്ദ്രം. കോട്ടയത്ത് സ്ത്രീപക്ഷ നവകേരളം പുരോഗമിക്കുന്നു. സ്വന്തം ജീവിതം തുറന്നു പറഞ്ഞ് സാമൂഹ്യ പ്രവർത്തക ദയാബായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.